അസ്സലാമലൈക്കും. ഇന്ന് ഒരു അടിപൊളി കുട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ കുട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, അതുപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നു, അതുപോലെ കുറച്ച് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വന്നിട്ട് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിക്കണം. ഇനി ഒരു കുക്കറിലേക്ക് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു 3 വിസൽ ആണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. കുട്ടനെന്ന് പറഞ്ഞാൽ അത്ര വേവില്ലല്ലോ, ഇളയ ഇറച്ചിയല്ലേ. അപ്പോൾ ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊക്കെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടാ ഇനി ഒരു 3 വിസലൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് 2 വിധത്തിൽ ഞാൻ സവാള മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഈ 2 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി 5 സവാള, 5 തക്കാളി, ഒരു 7 പച്ചമുളക് കൊടുത്തിരിക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് കാരണം നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുമാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സവാളി, പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ചിട്ട് കൊടുത്തിക്കണം. ഞാൻ അതൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ സമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കൂലേ, അതേ രൂപത്തിൽ ഒന്ന് ഒതുക്കിയെടുത്തിക്കണം കേട്ടോ. ഇതുപോലെ ഇനി ആ ബാക്കിയുള്ളത് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇനി ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ഞാൻ ഒരു കയ്യിൽ നെയ്യാണ് കേട്ടോ, പശുവിൻ്റെ മിൽമൻ്റെ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2.5 ടീസ്പൂണോളൊക്കെ ഉണ്ടാവും. ഇനി അതിൻ്റെ പകുതി ആണ് നമ്മളെ ഡാൽഡൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അതും ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിൽ നിന്ന് ആ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ സവാള പകുതി ആണ് ഇട്ട് കൊടുക്കുന്നത്. പകുതി അത് കഴിഞ്ഞിട്ട് വേണം പകുതി ഇട്ട് കൊടുക്കാം. ഒന്നാകെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ ഒരു ക്രിസ്പി രൂപത്തിൽ മൂത്ത് കിട്ടുമല്ലോ, കരിഞ്ഞ് പോകും, അത് കാരണമാണ്. അപ്പോൾ അതൊരു ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കണം. ഓവറാകുമ്പോൾ പിന്നെ കുറച്ച് ഇരുന്നാലും കളറ് മാറി വരും, അത് കാരണമാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ നെയ്യിൽ തന്നെ, ആ സവാള ഫ്രൈ ചെയ്ത നെയ്യിൽ തന്നെ കേട്ടോ ഇതിലേക്ക് ഞാൻ മസാല തയ്യാറാക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച മസാല കൂട്ടുണ്ടല്ലോ, സവാളയും പച്ചമുളക്, അതുപോലെ മല്ലിച്ചപ്പ്, അതെല്ലാം കൂടി ഒതുക്കിയതാണ് കേട്ടോ. അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഇതിലേക്ക് തക്കാളി ഒന്ന് നൈസായി അരിഞ്ഞതും അതും ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച കുട്ടനുണ്ടല്ലോ, അതൊന്ന് ഇനി ഇത് ആ വെള്ളത്തോടൊക്കെ തന്നെ ഞാൻ ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഞാൻ ഈ മസാലയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് ചോറ് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ തരിപ്പ് കൊടുക്കുക. ഓവർ ഇങ്ങോട്ട് പൊടിഞ്ഞിട്ട് എന്ത് നൈസ് രൂപത്തിലാവരുത് കേട്ടോ. ഇതേ രൂപത്തിൽ നമുക്ക് ഗരം മസാല ഒക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്നാകെ മേടിച്ചിട്ട് എല്ലാം പാടെ വറുത്തിട്ടൊന്ന് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറേ കാലത്തിനുണ്ടാവും. ഇനി ഈ മസാലയൊക്കെ ഒന്നേ ആ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കുറച്ചൊരു വേവ് കുറവുണ്ട്. കുട്ട ഞാൻ നന്നായിട്ടാണ്ട് വേവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും പാടിക്കൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഇനി ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇറച്ചിയിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കലുണ്ട്. അതുപോലെ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ ഇതിന് ബിരിയാണിക്ക് ഏതാണെന്നാണ് പറയുക, പക്ഷേ ഇതിന് വേറെ എന്തോ ഒരു പേരുപാടിക്കുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ബിരിയാണിക്ക് ഏതാണെന്നാണ് പറയൽ. ഇതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനും ഇറച്ചിക്കറിയിലൊക്കെ ഇട്ടാൽ. അപ്പോൾ മസാലയൊക്കെ സെറ്റായി വന്നിരിക്കണം കേട്ടോ. ഇനി അതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്.
ഇനി അടുപ്പത്ത് തന്നെയാണ് ഞാൻ നെയ്ച്ചോറിന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കണം. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, തക്കോലം ഇതെല്ലാം പാടിയൊക്കെ ഒന്നിട്ട് കൊടുത്തിരിക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ബിരിയാണിക്ക് ഏതുണ്ടല്ലോ അതും ഇനി ആ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിരിക്കണം. ഇനി ഈ പാത്രത്തിൽ ഞാൻ ആ വെള്ളത്തിൻ്റെ അളവിലുള്ള അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് 2 പാത്രം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. ഒരു പാത്രം ഒഴിക്കണത് ഞാൻ കാണിച്ചത്, 2 പാത്രം ഒഴിച്ച് കൊടുത്തിരിക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആ വെള്ളം ഒന്ന് തിളക്കോളം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിരിക്കണം. ഇനി ഇതിലേക്ക് അരി ഒന്നിട്ട് കൊടുക്കാം. അരി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ജോക്കറിൻ്റെ അരിയാണ് കേട്ടോ. ഞാൻ ബിരിയാണി വെക്കാൻ അധികം എടുക്കൽ ജോക്കറിൻ്റെ അരിയാണ്. പിന്നെ അതിലേക്ക് അരി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷമേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ചിലപ്പോൾ കാണാൻ അരിയുടെ ചെമ്പട്ടിയിൽ ഇങ്ങനെ പറ്റി പൊടിക്കണം, അത് കാരണമാണ്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചോറൊക്കെ ഏകദേശമൊക്കെ വെന്ത് ലെവലായി വന്നിക്കണം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റും പാടിയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ചോറൊന്ന് ഇറക്കി വെക്കാം. ഞാനിങ്ങനെ മേൽഭാഗമൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് ഇറക്കി വെച്ചിക്കണം. ചോറ് കറക്റ്റ് വേവായി വന്നിക്കണം, ഒന്ന് ഒട്ടിപ്പൊടിക്കൊന്നും ചെയ്യാതെ. അതിന് ശേഷം ഞാൻ ആ ചെമ്പട്ടി മസാല ഉണ്ടല്ലോ അതിന് ആ അടുപ്പത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിക്കണം. ഈ നെയ്ച്ചോറിട്ടിട്ടേ ഒന്ന് ദം ചെയ്തെടുക്കട്ടോ. അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ മസാലയൊക്കെ ഒന്നും പാടിക്കൊന്ന് ചൂടായിട്ട് ഒന്നിങ്ങനെ ലെവലായി വന്നതിന് ശേഷം വേണം ദം ചെയ്തെടുക്കാൻ. അപ്പോഴത്തേന് നമുക്ക് നെയ്ച്ചോറാണെങ്കിലും ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നെയ്ച്ചോറ് നമുക്ക് ദം ചെയ്ത് എടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഫസ്റ്റിനെ എന്താ പാട് എടുക്കുമ്പോൾ ഒരു ഒട്ടലുമായിട്ട് തോന്നും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇടുമ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ. പിന്നെ അത് ഞാനൊരു 2 ലെയറായിട്ടാണ് ഞാൻ ചോറ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതി ചോറ് ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷം മല്ലിച്ചപ്പും അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ പകുതി മാറ്റി വെച്ചത് അതും ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഗരം മസാലയും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ നമുക്ക് വേവ് കൂടുന്നതും കുറയണതും പറ്റിയിട്ടും അതിനെ പറ്റിയൊന്നൊരു ബേജാറും വേണ്ട. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടും. നെയ്യാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും തട്ടുന്ന രൂപത്തിൽ അതും ആകും. അപ്പം രണ്ടാമത്തെ ലെയറും ചോറും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ ഫുള്ളും. ഇനി അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സവാളയും മല്ലിച്ചപ്പും ഗരം മസാലയും ഒക്കെ ഫുള്ളും ഇട്ട് കൊടുത്തിക്കണം. അതിന് ശേഷം കുറച്ച് നെയ്യും പാടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓവർ നെയ്യിലല്ല നമ്മൾ നേരത്തെ നെയ്ച്ചോറ് വെച്ചത്, കുറച്ച് നെയ്യ് വെച്ചിട്ടാണ് നെയ്ച്ചോറ് വെച്ചിരുന്നത്. അത് കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുത്തിക്കണം. എന്നിട്ട് കണലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്തെടുത്തിക്കണം കേട്ടോ. ഒരു 1/2 മണിക്കൂർ നേരം. അപ്പോൾ ചോറൊക്കെ നല്ല അടിപൊളി മണത്തോടൊക്കെയാണ് കേട്ടോ. നല്ല കൂട്ടൻ ബിരിയാണി. പിന്നെ അതിൻ്റെ മുകളിലത്തെ വെള്ളച്ചോറുണ്ടല്ലോ അതൊന്ന് കുറച്ച് പകുതി ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമേലെ മറിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ ചമ്പട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലത്തെ ഈ ഇറച്ചി ഒന്ന് കണ്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് കുറേശ്ശെ മസാല ഈ ചെമ്പട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും ഇറച്ചിയും പാടിക്ക് കണ്ട് മിക്സ് ചെയ്തെടുക്കലില്ല കേട്ടോ. ഇതുപോലെ പകുതി അതിൻ്റെ മേലത്തെ വെള്ളച്ചോറും അതുപോലെ ഒരു 1/4 ഭാഗം മസാലയും ചെമ്പട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കൽ. അല്ലാതെ മസാലയും ഇറച്ചിയും എല്ലതും കണ്ട് മിക്സ് ചെയ്തെടുക്കലില്ല. അത് ഇവിടെ അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. മസാല നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇറച്ചിയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് മസാല ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ചിലർക്ക് മസാല നമ്മൾ ചോറും കറിയും കുഴച്ച രൂപത്തിൽ ആവുമല്ലോ, അത് ചിലർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയേക്കുന്നു. ചോറ് ഫുള്ളായിട്ടും ഇതിലേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല, മക്കളൊന്നും സ്കൂളിട്ട് ഇല്ലാത്ത കാരണം. അപ്പം ഞങ്ങൾ കഴിക്കാനുള്ളത് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ.
ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.